ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനം ഒരുപക്ഷെ ഈ ദിവസത്തെ വിചിന്തനത്തിലെ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഇതെങ്ങനെ സംഭവിക്കുക? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം ചെന്നോളും വന്ധ്യയുമാണ്, നടക്കാൻ പോകാത്ത കാര്യമാണല്ലോ ഇത്. ഒരുപക്ഷെ സഖറിയായോട് മാലാഖ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ വരദാനം നീ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിരിക്കും. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഹ്ലാദമില്ലാത്തവരാണ്, നമ്മൾ സന്തോഷമില്ലാത്തവരാണ്, നമ്മൾ ഏതാണ്ട് ദുഃഖവെള്ളിയാഴ്ച പോലെയാണ്. കാരണം നമുക്ക് വിശ്വാസമില്ല. നമ്മൾ ചോദിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് പ്രത്യാശയില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നടക്കാൻ പോകുമ്പോൾ ചില കടകളുടെ മുൻപിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, കട കാലിയാക്കൽ കച്ചവടം. ഇനി ആ കച്ചവടത്തിന് മുൻപോട്ടുള്ള ഒരു പ്രത്യാശയില്ല, ഉള്ള സാധനം കിട്ടുന്ന വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും അങ്ങനെ ഒരു കാലാവസ്ഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നേ. ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, തമ്പുരാനൊന്നും തരാൻ പോകുന്നില്ല, എല്ലാം നടക്കാനുള്ള സാധ്യതകൾ അടഞ്ഞു കഴിഞ്ഞു. ചെങ്കടലിന്റെ മുൻപിൽ പെട്ട ഇസ്രായേൽ മക്കളെ പോലെ അവർ മോശയെ ആക്രോശിച്ചു, അവർ ദൈവത്തെ ശപിച്ചു, അവർ പറഞ്ഞു ഫറവോട് കൂടെ താമസിക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷെ ഓർക്കുക, ദൈവം അസാധ്യതകളിൽ വഴിവെട്ടുന്നവനാണ്. ചെങ്കടലിന്റെ നടുവിലെ മോശയുടെ കുഞ്ഞു വടി കൊണ്ട് വഴിവെട്ടാൻ കഴിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും അസാധ്യമല്ല മക്കളെ. ദൈവത്തിൻ്റെ കരത്തിലെ കയറി പിടിക്കണം, കരുത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കണം.